നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യം കേട്ടോ. ഞാനിങ്ങനെ വണ്ടിമേലിങ്ങനെ നമ്മൾ റിനാഫിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തുണ്ട് എൻ്റെ ഫോണിലേക്ക് അമ്മ വിളിച്ചിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി ഒരു സ്പോട്ടുണ്ട് പോയാലോ എന്ന്. നല്ല മയം പെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കോട്ടുണ്ടോയെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തൊരു കോട്ടുണ്ട്, ആ കോട്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെക്കുകയും ചെയ്തിട്ട് ഞാൻ എന്തായാലും നനയ്ക്കൂലാന്ന്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ അടക്കം മഴ കൊണ്ടിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ പുറക്കാടെത്തിയൊക്കെ നേരം റിനാഫിനെ ഞാനങ്ങ് മറന്ന്. റിനാഫിനെ മറന്നിട്ട് ഞാൻ എന്താക്കാണ്, ഓള് വിളിച്ചതിനെ കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് ഓളടുത്ത് ബൈക്കൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഓളോടി എന്താക്കണം, ഓളെയും കൂടി വണ്ടിമേ കയറ്റിയിട്ട് പോകണ്ടേ. അങ്ങനെയെല്ലാം കൂടി പോകുന്ന സമയത്ത് എൻ്റെ മക്കൾ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ പുറക്കാട് റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. പക്ഷേങ്കിൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി റോഡാക്കിയിട്ട് നമുക്ക് തന്നിക്ക്. ഈ ഭാഗത്ത് കണ്ടില്ലേ, റൈറ്റ് സൈഡിലുള്ള ഭാഗത്ത് നല്ല അടിപൊളിയിൽ പണിയൊക്കെ കഴിച്ച് സൂപ്പറാക്കിയതിനെ കൊണ്ട് നല്ല രസമുണ്ട് എന്നെ കൂടി പോകുക. അല്ലെങ്കിൽ വളരെ മോശമായിരുന്നു, മര്യാദയ്ക്ക് പോകാൻ തന്നെ പറ്റാത്തൊരു കോലമൊക്കെയാണ് കേട്ടോ. അങ്ങനെ അമ്മ വിളിച്ചതിനെ കൊണ്ട് വണ്ടിമേൽ ഇങ്ങനെ നല്ല മയം കൊണ്ടിട്ട് ഇങ്ങനെ പോയല്ലേ. കുടയും ചൂടിയിട്ട് കുറേ ആൾക്കാർ റോട്ടും കൂടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ ഒരാളെ മാത്രം നമ്മൾ കണ്ടുകൊള്ളും, വീഡിയോയിൽ കുടുങ്ങുകയും ചെയ്തിട്ടുള്ളൂ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട, ഒരാൾ മാത്രമാണല്ലോ. പിന്നെ റോട്ടിലുള്ള കുണ്ടൊക്കെ കണ്ടതിന് ശേഷം ഒരു രക്ഷയില്ല, അതിൽ നിറച്ച് വെള്ളമുണ്ട്. പറഞ്ഞൊരു തളന്നിക്ക്. അങ്ങനെ കോട്ട് ഇട്ടിട്ട് പല ആൾക്കാരും പോകുന്ന നേരം ഭയങ്കരമായിട്ട് തിക്കൊടിക്കാരാന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അന്നേരം തന്നെ കൈകൊണ്ട് ആ എന്നൊക്കെ പറഞ്ഞപ്പോൾ റോഡിൻ്റെ കുണ്ടൊക്കെ കണ്ടില്ല നിങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോയല്ലേ. അപ്പോൾ ഈ അമ്മൂനെയും കയറ്റി നേരെ നമ്മളെ അടുത്തേക്ക് പോകുന്ന വെച്ചുകൊണ്ട് നമ്മളെ സ്പോട്ടിലെത്തിയിട്ടോ. സ്പോട്ടിലെത്തി വെക്കുന്നൊരു ഒരു രക്ഷയില്ല കേട്ടോ. ഇവൾ പറഞ്ഞ മാതിരി തന്നെ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. ഇവിടെ എത്തി വെക്കുന്നവരല്ലേ മക്കളെ മനസ്സിലായത് ഇത്ര അടിപൊളി ഒരു സ്പോട്ട് നമ്മളെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ വിശ്വസിക്കില്ല കേട്ടോ. നമ്മളെ പയ്യോളിക്കടുത്ത് മണിയൂരേക്ക് പോകുന്ന വഴിക്ക് തീരദേശ റോഡുണ്ട്, ആടെയാണ് ഈ ഒരു തോണി കണ്ടതിന് ശേഷം എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തോണി എടുത്ത് നമുക്ക് ഇങ്ങ് പോയാലും. ഞാൻ വെച്ചാൽ ഏടെ പോകാൻ ആർക്ക് തോണി കൊണ്ടുപോകുന്ന അറിയാമെന്നൊക്കെ പറഞ്ഞവൻ പറഞ്ഞ് ഞാൻ കൊണ്ടു ഇവിടെ മേക്കപ്പ് ഇടുക. ഞാൻ പറഞ്ഞു ഇട്ടോ സെൽഫി എടുക്കുന്ന പരിപാടി എവിടെ. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ ദൂരേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാമല്ലോ മഴ നന്നായിട്ട് പൊടിയെന്നൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇത് നിറച്ച് കാക്കകളും മറ്റേ പരുന്തുകൾ എന്നൊക്കെയാണ് വെളു പറയുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കിയില്ല. അങ്ങനെ ഞാൻ എന്താക്കി, ഒന്നുകൂടി ഒന്ന് സൂം ചെയ്യാനുള്ള പരിപാടിയൊക്കെ നടത്തി. സൂമിങ്ങിൽ ഒരു രക്ഷയില്ല കേട്ടോ. പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫോൺ കൊണ്ട് നന്നായിട്ട് സൂം ചെയ്ത്, ഇവർക്ക് ഭയങ്കര നിർബന്ധം സൂം ചെയ്ത് എടുക്കണം എന്നുള്ള ഭയങ്കര പ്രശ്നം തന്നെ. അങ്ങനെ ഞങ്ങൾ എടുത്തു നോക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കിയില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എന്തായാലും. അങ്ങനെ സൂപ്പർ കുറേ മുട്ടൊക്കെ ഇട്ട് കിട്ടോ, നല്ല കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാക്കയല്ല എന്തായാലും എന്നാണ് അമ്മ പറയുന്നത്. അപ്പം ഞാനെന്താക്കി നേരെ ക്യാമറ അങ്ങ് തിരിച്ചു. അന്നേരം അമ്മ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ റോട്ടുമ്മ പോകുന്ന ആൾക്കാർക്കൊക്കെ റോട്ടുമെന്ന് ആക്സിഡൻറ്റ് പറ്റും, ഇവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞു റോട്ടുമെന്ന് ആക്സിഡൻറ്റ് പറ്റില്ല, വെള്ളത്തിൽ വീണാൽ ഇവർ സ്പോട്ടിൽ ആക്സിഡൻറ്റ് ആവുന്നതാണ്. അത് ആക്സിഡൻറ്റോ, ഞാൻ പറഞ്ഞ ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മളെ സ്പോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.